വിഷ്ണു ശാലിനി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു ശാലിനിക്ക് ഇന്റർവ്യൂ ലെറ്റർ പൂജിച്ചു കൊണ്ടു കൊടുക്കുകയാണ്. അങ്ങനെ ശാലിനിയോട് പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് എന്തായാലും പോരാൻ സാധിക്കില്ല, രോഹിത് വന്നാൽ മാത്രമേ എനിക്ക് നിന്റെ കൂടെ പോരാൻ പറ്റൂ എന്ന് പറയാണ്. അത് സാരമില്ല വിഷ്ണു ഏട്ടാ, നമുക്ക് കുറച്ച് നേരം കഴിഞ്ഞ് തന്നെ പോവാൻ സമയമായിട്ടില്ലല്ലോ, പിന്നെ എൻ്റെ അനിയത്തിക്കും കൂടി വേണ്ടിയിട്ടല്ലേ സത്യമ്മ ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ലേറ്റായി പോയാലും കുഴപ്പമില്ല എന്ന് പറയാം. അങ്ങനെ സത്യാമ്മയും ശ്യാമയും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ പ്രസാദൊക്കെ കൊടുക്കുന്നുണ്ട് തിരുമേനി. അതിനുശേഷം ചുറ്റി തൊഴാൻ വേണ്ടി ശ്യാമയും സത്യാമ്മയും പോവാണ്. അങ്ങനെ ശ്യാമയെയും സത്യാമ്മയെയും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ശാലിനിയും വിഷ്ണുവും. അങ്ങനെ നാഗങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ട് സത്യാമ്മ, ശ്യാമമോൾക്കൊരു കുഴപ്പം ഉണ്ടാവരുതേ, കുഞ്ഞിനൊന്നും ഒരു പ്രശ്നം ഉണ്ടാവരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ശ്യാമയ്ക്ക് സങ്കടം വരികയാണ്. ശ്യാമ വീണ്ടും ഓർക്കുന്നത് എനിക്കിനി ഒരു അമ്മയാവാൻ സാധിക്കില്ലല്ലോ എന്നാണ്. അങ്ങനെ ശ്യാമയും പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും എനിക്ക് മാപ്പ് തരണേ, ഞാൻ ചെയ്ത കള്ളത്തരങ്ങളൊക്കെ പൊറുക്കണേ എന്നൊക്കെ നാഗങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം സത്യാമ്മ വിളിക്കുന്നുണ്ട് ശ്യാമയെ, മോളെ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഇവരെ ദൂരെ നിന്ന് മാറി നോക്കുകയാണ് ശാലിനിയും വിഷ്ണുവും. അതിനുശേഷം സത്യാമ്മ നടന്നു പോയ ആ കാൽപ്പാട് നമ്മുടെ ശാലിനി തൊട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സത്യാമ്മയ്ക്ക് ഫീൽ ആവുകയാണ്, കാലിൽ ആരോ തൊടുന്നത് പോലെ നടന്നു പോകുന്ന ഇടയിൽ. അപ്പോൾ സത്യാമ്മ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സത്യാമ്മയോട് ചോദിക്കുന്നുണ്ട് ശ്യാമ, എന്ത് പറ്റി സത്യാമ്മ എന്ന് ചോദിക്കുകയാണ്. ആരോ എന്തോ എൻ്റെ കാലിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ, അത് പിന്നെ മണലായിരിക്കും, എന്തെങ്കിലും തട്ടിയതായിരിക്കും, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് സത്യാമ്മ അവിടെ നിന്ന് പോവാണ്. എന്തോ ഒരു സംശയം സത്യാമ്മയുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്, ഇവിടെ ശാലിനി ഉണ്ടോ, അങ്ങനെ എന്തോ തോന്നിയിട്ടുണ്ട്. നിലത്ത് തൊട്ട് തൊഴുന്നത് കണ്ടിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്, എന്താ ശാലിനി കാണിക്കുന്നത് എന്ന്. അത് പിന്നെ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു സത്യാമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഈ ഇൻ്റർവ്യൂവിന് പോകണമെന്നുള്ളത്, പക്ഷെ അത് നടന്നില്ല. ഇനി ഒരു പാദം തൊട്ടിട്ടെങ്കിലും ഞാൻ അനുഗ്രഹം മേടിച്ചതാണെന്ന് പറയാണ്. ഇനി എനിക്ക് എക്സാമിന് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് വളരെ സന്തോഷമായെന്ന് പറയാണ് ശാലിനി. അതിനുശേഷം വിഷ്ണു പറയുന്നുണ്ട്, ഞാൻ പോയി നോക്കട്ടെ, അവിടുത്തെ സിറ്റുവേഷൻ എന്താ നോക്കട്ടെ, നമുക്ക് ഇൻ്റർവ്യൂവിന് പോകണ്ടേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വിഷ്ണുവിനെ കാണാതെ ഇങ്ങനെ സത്യാമ്മ നോക്കുന്നുണ്ട്. നീ എവിടെയായിരുന്നു വിഷ്ണു എന്ന് സത്യാമ്മ ചോദിക്കുകയാണ്. അത് പിന്നെ അമ്മേ, എനിക്ക് വീണ്ടും കോള് വന്നതാണ്, അപ്പം ഞാൻ പോയതാണെന്ന് പറയാണ്. അമ്മയുടെ കഴിഞ്ഞില്ലേ, നമുക്ക് പോയാലോ, ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന് വിഷ്ണു ചോദിക്കുന്നു. അപ്പം സത്യമ്മ പറയുന്നുണ്ട്, ഇല്ല മോനെ, കഴിഞ്ഞിട്ടില്ല, ഇവിടെ ഒരു സിദ്ധൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ശ്യാമയുടെ കാര്യങ്ങളൊക്കെ ആ സിദ്ധനോട് ചോദിക്കണം, മുഖം നോക്കി എല്ലാ കാര്യങ്ങളും അച്ചട്ടായി പറയുന്ന സിദ്ധനാണ്, അപ്പം അതുകൊണ്ട് അവരെ ഒന്ന് കാണണമെന്ന് പറയാണ്. അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ഇത് ശാലിനിയും കേൾക്കുന്നുണ്ട്. അപ്പോൾ ശാലിനിയും വിചാരിക്കുകയാണ്, ഈശ്വര എന്താ ഇനി ചെയ്യുക എന്ന്, എല്ലാ കാര്യങ്ങളും പറയുമല്ലോ. അപ്പോൾ അത് പേടിച്ചിട്ട് ശാലിനിയും ശ്യാമയും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ശാലിനീനെ എന്തായാലും ശ്യാമ കാണുന്നില്ല, ശാലിനി കുറേ അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അത് പിന്നെ അമ്മ എനിക്ക് നിൽക്കാൻ സമയമില്ല എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സത്യമ്മ പറയുന്നുണ്ട്, നീ പൊക്കോ, ഞങ്ങളിത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളാം, നിനക്ക് തിരക്കുണ്ടെങ്കിൽ നീ പൊക്കോ എന്ന് പറയാണ് വിഷ്ണുവിൻ്റെ അടുത്ത്. അങ്ങനെ ഓക്കെ അമ്മ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സന്തോഷത്തോടെ അവിടുന്ന് പോവാണ്. അങ്ങനെ ശാലിനി ഇത് കേട്ട് എന്തോ അന്തം വിട്ട് നിൽക്കുന്നത് വിഷ്ണു കാണുകയാണ്. അപ്പോൾ എന്താ ശാലിനി നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ വിഷ്ണുവേട്ടാ ഒന്നുമല്ല, നമുക്ക് ആ സിദ്ധൻ പറയുന്നതും കൂടെ കേട്ടിട്ട് പോയാൽ പോരെ എന്ന് പറയുന്നുണ്ട്. എന്താ ശാലിനി പറയുന്നത്, ഇപ്പം തന്നെ സമയം വൈകി, ഇനിയും കാത്തു നിന്നാൽ സമയം വൈകില്ലേ എന്ന് പറയില്ല വിഷ്ണുവേട്ടാ, നമുക്ക് ആ സിദ്ധൻ എന്താ പറയുന്നത് കേട്ടിട്ട് പോവാം, ഞാനെല്ലാം പ്രിപ്പയർ ആണ്, ആ സമയത്തേക്ക് അങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ, അപ്പോൾ ഇതും കൂടെ കേട്ടിട്ട് നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, നീ എന്ത് വിചാരിച്ചിട്ടാ, ഇത് സിവിൽ സർവീസിൻ്റെ ഇൻ്റർവ്യൂ ആണ്, ഇതിന് വൈകി ചെന്നുള്ള കാര്യം നിനക്കറിയാലോ, നീ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറയാണ്. ഇല്ല വിഷ്ണുവേട്ടാ പ്ലീസ് വിഷ്ണുവേട്ടാ എന്ന് പറയുന്നുണ്ട്. എന്നാൽ നടക്കെന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യം പിടിച്ചിട്ട് ശാലിനീനെ കൂട്ട പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ സിദ്ധനെയാണ്. സിദ്ധൻ വേറൊരു ആൾക്കാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കില്ല, നിങ്ങളുടെ ഉദരത്തിൽ തന്നെ ഒരു കുഞ്ഞ് മരിച്ചിട്ടുണ്ട്, അത് കാരണം ഇനി നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് ശാലിനി, കാരണം കറക്റ്റായിട്ടെല്ലാം പറയുന്നുണ്ടല്ലോ. വിഷ്ണു പറയുന്നുണ്ട്, എന്താ ശാലിനി, ശ്യാമയോട് പറയുന്ന പോലെയാണല്ലോ നിൻ്റെ മുഖത്ത് വരുന്ന റിയാക്ഷൻ എന്ന് പറയാണ്. അതല്ല, അതിങ്ങനെ കേട്ടപ്പോൾ എന്ന് പറയാണ്. അങ്ങനെ ഈ ഒരു സിദ്ധൻ ഇവരുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നിങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്കിനി കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കില്ല, നിങ്ങൾ ഒരു കുഞ്ഞുണ്ടായപ്പോൾ തന്നെ ആ കുഞ്ഞിനെ നോക്കാൻ പോറ്റി വളർത്താനുള്ള സാമ്പത്തികമില്ല എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ കളഞ്ഞ കാരണം ഇനി നിങ്ങൾക്കൊരു കുഞ്ഞ് തന്നിട്ടില്ല, ഇനി ഉണ്ടാവില്ല എന്ന് പറയണം. അങ്ങനെ ഇതെല്ലാം കേട്ട് ശാലിനി ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയും ശ്യാമയും കൂടെ ഈ സിദ്ധൻ്റെ അടുത്തോട്ട് വരുന്നതാണ്. അങ്ങനെ സത്യാമ്മ പറയുന്നുണ്ട്, എൻ്റെ മോളുടെ ഭാവി അറിയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മരുമകളാണെന്ന് പറയാണ്. മോൾക്ക് ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, കുഞ്ഞ് മരിക്കേണ്ട നിലയിൽ വരെ എത്തിയതാണ്,
പോയതായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെയും അതുപോലെ സുഖപ്രസവം നടക്കുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണെന്ന് ഈ സിദ്ധൻ്റെ അടുത്ത് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ശ്യാമയ്ക്ക് ആകെ ടെൻഷനാവുകയാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമോ എന്നോർത്തിട്ട്. അതേപോലെ തന്നെ ശാലിനിയും ടെൻഷനോടെ നിൽക്കുകയാണ്. ഈശ്വര, ഇപ്പം എല്ലാ സത്യവും സിദ്ധൻ തുറന്നു പറയുമല്ലോ എന്ന് ശാലിനിയും പറയുന്നുണ്ട്. അങ്ങനെ ഈ സിദ്ധൻ പറയുന്നുണ്ട്, കണ്ണടയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചോളാൻ പറയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയം സിദ്ധൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്, നടന്ന കാര്യങ്ങളും എല്ലാം. അങ്ങനെ ചെറുപുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്യാമയുടെ മുഖത്തോട്ടും അതേപോലെ ശാലിനി നിൽക്കുന്ന ഭാഗത്തോട്ടും ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ സിദ്ധൻ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട്, എന്താ എൻ്റെ മോളുടെ ഭാവി കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സിദ്ധൻ ഇങ്ങനെ പറയാൻ മടിക്കുന്നത് കണ്ട് സത്യാമ്മയ്ക്ക് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ്. ഇതേപോലെ ശാലിനിക്കും ശ്യാമയ്ക്കും ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ സിദ്ധന് തെളിഞ്ഞ കാര്യങ്ങളിൽ ഇങ്ങനെ സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ടെൻഷനായിട്ടുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയ്യായ വരും എന്നൊക്കെ സിദ്ധന് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഈ സിദ്ധൻ പറയുകയാണ്. സത്യാമ്മയ്ക്ക് പ്രശ്നമൊന്നും ആവരുത് എന്ന് കരുതിയിട്ട് സിദ്ധൻ പറയുന്നുണ്ട്, കുഞ്ഞ് സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു, ഒരു കുഴപ്പമില്ല. ഇത് കേട്ട് ശ്യാമയാകെ അന്തം വിടാണ്. അതുപോലെ സത്യാമ്മയും അതേ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. ശാലിനിക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. അങ്ങനെ പിന്നെ ഈ സിദ്ധൻ പറയുന്നുണ്ട്, സീതാദേവി പോലെ ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാൻ പോവുകയാണ് എന്നൊക്കെ പറയാണ്. എന്നാൽ ശരിയെന്നും പറഞ്ഞ് സത്യാമ്മ അതുപോലെ ശ്യാമേനെ കൂട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതെല്ലാം കേട്ട് ഈ സത്യങ്ങളൊന്നും സത്യാമ്മ അറിഞ്ഞില്ലല്ലോ, സത്യാമ്മയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്നോർത്ത് തൊഴുതു നിൽക്കുന്ന ശാലിനിയാണ് കാണിക്കുന്നത്. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുകയാണ്. തുടർന്നുള്ള എപ്പിസോഡ് റിവ്യൂ കാണാൻ നിങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ ബൈ, സീ യു.